നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ഹൻസിക കൃഷ്ണയുടെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ ലീക്കായി. സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ചെയ്ത വീഡിയോ ലീക്കായതാണ്. അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ശീതളൊന്നും സംസാരിക്കാത്തത്? അവരുടെ കയ്യിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ മിണ്ടാത്തത്? വായിൽ പഴമാണോ? പറയാൻ മടിയാണോ? നിനക്ക് ബി.ജെ.പിക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് കിട്ടാതെ പോകുമല്ലേ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ? തുടങ്ങി ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ധാരാളം കമൻറ്റുകളായിട്ടും മെയിലുകളായിട്ടും എനിക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 100-ലധികം ഇത്തരം കമൻറ്റുകൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. ആദ്യമേ പറയട്ടെ, ഈ അനാവശ്യമായിട്ട് നീ അവരുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? നീ അല്ലാത്തതിനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പറയാൻ ഇറങ്ങുമല്ലോ, വായിൽ പഴമാണോ എന്ന അനാവശ്യ കമൻറ്റുകളൊക്കെ ഇടുന്നവരോട് പറയുന്നത് തെമ്മാടിത്തരം പറയരുത്, തോന്നിയാസം പറയരുത് എന്ന് മാത്രമാണ്. ഞാൻ ബി.ജെ.പിക്കാരുടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിനുള്ള തെളിവ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെല്ലാം ഒന്നെടുത്ത് രണ്ടാമത്തതിന് നിങ്ങളിങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അത് തോന്നിയാസമാണ്. അത് മേലാൽ ആവർത്തിക്കരുത്. മാന്യമായിട്ട് പറയാം, മര്യാദയുടെ ഭാഷയിൽ പറയാം, എന്താ അതിനെക്കുറിച്ചൊന്നും ചെയ്യാത്തത് എന്ന്. ഒരു വീഡിയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല, ശരി തന്നെ. ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യാത്രയിലായിരുന്നു. പല വാർത്തകളും എനിക്ക് മിസ്സായിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നായിരുന്നു ഹൻസിക കൃഷ്ണയുടെ വീഡിയോ ലീക്കായ വാർത്ത. ജസ്റ്റ് മനോരമയുടെ ഒരു വാർത്ത ഞാനിങ്ങനെ വായിച്ചു പോയി. പക്ഷേ അതിൽ ഡീപ്പ് ഫേക്ക് ആണോ AI ആണോ എന്നുള്ള രീതിയിലായിരുന്നു മനോരമ ഈ വാർത്ത കൊടുത്തത്. അനാവശ്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും കാണുന്നത് ഇന്നലെയാണ്. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. ഞാൻ ഇന്നലെയാണ് പൂർണ്ണമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ലീക്കായ ഈ വീഡിയോ കാണുന്നത്. അതായത് ഈ ഹൻസിക കൃഷ്ണ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് സബ്സ്ക്രിപ്ഷൻ 390 രൂപ കൊടുത്ത് മാസത്തേക്ക് എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്ത ഒരു വീഡിയോ ലീക്കായി എന്ന് പറയപ്പെടുന്ന വീഡിയോ കണ്ടത് ഇന്നലെയാണ്. ഈ കൃഷ്ണകുമാറോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ ഒക്കെ ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവരെ അറിയാവൂ. പക്ഷേ നമ്മൾ ഈ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവരുടെയൊക്കെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഈ ഹൻസികയുടെ മാതാവിനെ സിന്ധു കൃഷ്ണയെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞു. പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു ദിവസം മുഴുവൻ ഞാൻ നോക്കി, പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ വിഷയങ്ങളിലും ആളുകളോട് നേരിട്ട് പ്രതികരണം തേടിയിട്ടാണോ നീ സംസാരിക്കാറ് എന്ന്? ഇല്ല. നമുക്കതിന് സാഹചര്യമുണ്ടെങ്കിൽ, അവരുടെ കോൺടാക്റ്റ് നമ്പരോ അവരെ ബന്ധപ്പെടാനുള്ള സാഹചര്യമോ നമുക്കുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ട് തന്നെ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അത് AI വീഡിയോ ആണെന്നോ ഡീപ്പ് ഫേക്ക് ആണെന്നോ എനിക്കും തോന്നുന്നില്ല. കാരണം ആ ശരീരഭാഷയും എല്ലാം അംഗചലനങ്ങളും എല്ലാം അത് തന്നെയാണ് പറയുന്നത്. ഇത് വളരെ മോശമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടി തന്നെയാണ്. പിന്നെ ഇന്ന ആളുടെ വിഷയം വരുമ്പോൾ പ്രത്യേകം പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ വരുമല്ലോ. നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണോ, BJP ആയതുകൊണ്ടാണോ, കോൺഗ്രസ് ആയതുകൊണ്ടാണോ? അങ്ങനെ ഒന്നുമില്ല. ആരാണെങ്കിലും അന്യായം കാണിച്ചാൽ, മോശം കാണിച്ചാൽ അത് മോശമാണെന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. കാരണം ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും കൈപ്പറ്റിയിട്ടല്ല ഇരുന്ന് സംസാരിക്കുന്നത്. ആരുടെയും കീഴിലോ നിയന്ത്രണത്തിലോ പോകുന്ന ഒരു ചാനലുമല്ല ഇത്. എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിതിൽ പങ്കുവയ്ക്കുന്നത്. എൻ്റെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആര് മോശം കാണിച്ചാലും അന്യായം കാണിച്ചാലും അത് അന്യായമാണെന്ന് പറയാൻ മടിക്കാത്ത ആളാണ് ഞാൻ. പിന്നെയാണോ ഹൻസിക കൃഷ്ണ? പിന്നെ ഇവരൊക്കെ ഈ രീതിയിലുള്ള വസ്ത്രധാരണം, വെസ്റ്റേൺ രീതിയിലുള്ള വസ്ത്രധാരണമാണ് സർവ്വസാധാരണമായിട്ട് നടത്താറുള്ളത്. അവർ ചെറിയ കുട്ടി പാവാടകളും കുട്ടി ഉടുപ്പുകളും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലെങ്കിൽ ഇവരെ പരസ്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ ഇതിനങ്ങനെ മുൻഗണന കൊടുക്കാതിരുന്നത്, ഈ ഒരു വാർത്തയ്ക്കും ഈ ഒരു സംഭവത്തിനും. പക്ഷേ ആ ഒരു വീഡിയോയിൽ പുറമേ ഒരു ഷർട്ട് ധരിച്ചിരിക്കുന്നു, അകത്തൊരു ഇന്നറുണ്ട്. ആ ഷർട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്, ശരീരഭാഗങ്ങളിലിട്ട് കുലുക്കുന്നുണ്ട്, പിന്നെ വയറ് പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ വിയർത്തിരിക്കുന്നു ഗൈസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഇത് ശ്രദ്ധേയമാകുന്നത് എക്സ്ക്ലൂസീവായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്തതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. 390 രൂപ വെച്ച് ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്ന കണക്കിന് 1800-ലധികം സബ്സ്ക്രൈബേഴ്സ് ഇവർക്കുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എടുത്തവരുണ്ടായിരുന്നു, മാസ സബ്സ്ക്രിപ്ഷൻ എടുത്തവർ ഇവർക്കുണ്ടായിരുന്നു. ഈ വീഡിയോ ലീക്കായതിന് പിന്നാലെ ഒറ്റ ദിവസം കൊണ്ട് 1000-ലധികം സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കൂടി. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകളുടെ മനോനിലയെക്കുറിച്ചല്ലേ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചിന്തിക്കേണ്ടത്. തുറന്ന് കാണിക്കാൻ തയ്യാറായിട്ട് അത് കച്ചവടമാക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ അതിനുവേണ്ടി നിൽക്കുന്നു. വാങ്ങാൻ ആൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരൊക്കെ വിൽക്കാൻ നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വാങ്ങിക്കാനിരിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ അവിടെയും ഇവിടെയും കണ്ടിട്ട് വേണോ
സ്ക്രീനിലൂടെ കണ്ടിട്ട് വേണോ, അവളുടെ വിയർക്കുന്ന ശരീരം കണ്ടിട്ട് വേണോ, അല്ലെങ്കിൽ അവൾ തുണി ഉരിയുന്നത് കണ്ടിട്ട് വേണോ നിങ്ങളുടെ ലൈംഗിക സംതൃപ്തി നേടിയെടുക്കാൻ എന്നാണ് എനിക്ക് പുരുഷന്മാരോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കിതിനു മുമ്പ് ഞാൻ ഈ തരത്തിൽ ചെയ്ത ഏത് വീഡിയോ വേണമെങ്കിലും പരിശോധിക്കാം. അതിലൊക്കെ ഞാൻ ഈ പുരുഷന്മാരെ തന്നെയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. ഈ ഒരു വീഡിയോ ലീക്കാക്കിയത് മനഃപൂർവ്വമാണെന്ന് പറയുന്നവരുണ്ട്, സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി. അതവരുടെ കഴിവ്. നിങ്ങൾ എന്തിനാണ് ഇത് പൈസ കൊടുത്ത് ഇതൊക്കെ ഇരുന്ന് കാണാൻ പോകുന്നത്? വീട്ടിൽ ഓരോന്നിനെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇല്ലാത്തവർ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു പങ്കാളി ഉണ്ടാക്കുക. കല്യാണം കഴിക്കുന്നില്ലേ? ലിവിങ് ടുഗദർ ആണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പങ്കാളിയിൽ നിങ്ങൾ സംതൃപ്തി അടയുക. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കുമുള്ള അവയവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ചില വലിപ്പത്തിലൊക്കെ വ്യത്യാസം വരും എന്നല്ലാതെ അതിലൊക്കെ വേറെ ഒന്നും കിട്ടാനില്ല നിങ്ങൾക്ക്. ഇതിൽ കൂടുതൽ പച്ച മലയാളത്തിൽ പറയാനില്ല. പലതവണയും പറഞ്ഞ് മടുത്ത ഒരു വിഷയമാണിത്. ആളുകൾക്ക് ഇക്കാലത്ത് എത്ര പണം കിട്ടിയാലും തികയാത്ത ഒരവസ്ഥയാണ്. ഒരു ജോഡി ഡ്രസ്സ് എടുക്കണമെങ്കിൽ 3000-4000 രൂപ വേണം. അപ്പോൾ ആ കണക്കിന് നോക്കുമ്പോൾ ഈസി ആയിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം, കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന് ഒരാൾ ചിന്തിച്ചാൽ നമുക്കെങ്ങനെ, നമ്മളതിനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർ ചിന്തിക്കേണ്ട കാര്യമാണ് അതൊക്കെ. എൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണോ, ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത്, ഞാനിത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റിയാണ് അതൊക്കെ. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അതിലൂടെയാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്. അല്ലാതെ തുണി ഉരിഞ്ഞ് കാട്ടിയിട്ടല്ല. തുണി ഉരിഞ്ഞ് കാട്ടിയിട്ട് പണം ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ പണം എനിക്ക് തരുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ജീവിക്കേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്, സംസ്കാരമാണ്, ചിന്തയാണ്. നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളല്ല, മന്ത്രിമാരുടെ മക്കളല്ല, നമ്മുടെ സുഹൃത്തുക്കളല്ല, ആരാണെങ്കിലും അത് ഒരു മോശം കാര്യം ചെയ്താൽ അത് മോശം തന്നെയാണ്. ഇവരൊക്കെ ഈ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണല്ലോ. അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അവരിങ്ങനെ നോർമലായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതും ഈ ഒരു ലീക്കായ വീഡിയോയിൽ വന്ന ആ പെണ്ണിൻ്റെ ശരീരഭാഷയൊക്കെ, നാക്ക് നീട്ടി മൂക്കിൽ തൊടാൻ പോകുന്നു, പിന്നെ നെഞ്ചിട്ട് കുലുക്കുന്നു, ശരീരം വിയർത്ത ഭാഗങ്ങളൊക്കെ കാണിക്കുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് ഒരു റൂമിൽ അടച്ചിരുന്ന് അല്ല ഇത് ചെയ്യുന്നത്. പിന്നെ കാലുകൾ അകത്തി വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല പൊസിഷനുകൾ കാണിക്കുന്നു. ഇതൊക്കെയാണോ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇതിന് വേണ്ടിയിട്ടുള്ളതാണോ ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊന്നും നമുക്കറിയില്ല. പലരും സബ്സ്ക്രിപ്ഷനുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി മൂല്യമുള്ള എന്തെങ്കിലും കാര്യം കൊടുത്തിട്ട് ആളുകളുടെ നിന്ന് പണം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഈ കാണുന്ന ആളുകൾ എന്തെങ്കിലും മൂല്യമുള്ള കാര്യത്തിന് വേണ്ടി പണം മുടക്ക്. നമ്മളൊക്കെ എത്രയോ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, നാടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ആരോഗ്യത്തെ സംബന്ധിക്കുന്നത്, ആഹാരത്തിനെ സംബന്ധിക്കുന്നത്. ഇതൊന്നും പറഞ്ഞാലും കേൾക്കാൻ ആളില്ല, ആള് കുറവാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അല്പം വസ്ത്രം മാറ്റി കാണിച്ചാൽ ലക്ഷങ്ങൾ കൊണ്ട് മുടക്കാനും ആളുകൾ തയ്യാറാകുകയാണ്. അവർക്കതിനും മടിയില്ല. എന്ത് പറയാനാണ്? സമൂഹത്തിൻ്റെ പോക്ക്, സമൂഹത്തിൻ്റെ അധപ്പതനം എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാനുള്ളത്. ഒരു ഹൻസിക കൃഷ്ണ അല്ലെങ്കിൽ ഒരു 1000കണക്കിന് പേർ, 10000കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മിനീര് ഫോണിൻ്റെ സ്ക്രീനിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടിയാലും നിങ്ങളത് വേണമെന്ന് വെക്കണോ? എന്താവശ്യത്തിനാണ്? I'm sweating, guys. I'm sweating. അവർ മിടുക്കരാണ്, അവർ പണം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നിങ്ങൾക്ക് അതിലൂടെ കിട്ടാൻ പോകുന്നില്ല. ഇത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരുണ്ടോ? ഈ കൊച്ചു പെൺപിള്ളേരുടെ ശരീരമൊക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളുടെ മക്കളും ഒക്കെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ഇല്ലേ? എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ കാണിച്ച പെണ്ണിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, അത് അങ്ങേയറ്റത്തെ തെറ്റ്. പിന്നെ അങ്ങനെയാണ്, ഞാനിങ്ങനെ കാണിച്ചേ ജീവിക്കുകയുള്ളൂ, എല്ലാ സാഹചര്യങ്ങളും ജീവിക്കാനുള്ള ഒരു പെൺകുട്ടിയാണത് നമ്മുടെ അറിവിൽ. സാമ്പത്തികത്തിനൊന്നും ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബമല്ല, അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടൊന്നും ധനസമാഹരണം നടത്താൻ വേണ്ടിയല്ല തുറന്ന് കാണിക്കുന്നത്. ആഡംബര ജീവിതത്തിന് വേണ്ടി പൈസ സ്വരുക്കൂട്ടുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു അധപ്പതിച്ച കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനാണ്? എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിലും പുരുഷന്മാരോട് മാത്രമാണ്. ആരും ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷനുകൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ പൈസയും സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്താതിരിക്കുക. യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണത്. പിന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളെയോ നേതാക്കളെയോ സംബന്ധിച്ചൊരു വാർത്ത വരുമ്പോൾ നീ അത് ചെയ്യാത്തത് നിൻ്റെ വായി പഴം ഒരു തിരികെ കയറ്റി വെച്ചിരിക്കുകയാണോ, നീ എന്നൊക്കെ പറയുന്ന പൈസ കിട്ടില്ലേ തുടങ്ങിയ അനാവശ്യ കമൻറ്റുകൾ മേലിൽ എനിക്കിടരുത്. ഞാൻ തുറന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടിട്ടുള്ള ആളല്ല ഞാൻ. ഒരാളുടെ കയ്യിൽ നിന്നും പണവും വാങ്ങിച്ചിട്ടില്ല. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇലക്ഷൻ വന്ന സമയത്ത് അത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. എന്നെ ക്ഷണിച്ചിരുന്നു. പണം തരാം, ഫണ്ട് കൊടുത്തുകൊണ്ടാണ് അവരിങ്ങനെ ഇലക്ഷൻ പ്രചാരണമൊക്കെ നടത്താൻ വന്നത്. പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ സമീപിച്ചിരുന്നു. അതിനൊന്നും പോകാതിരുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ആവശ്യം എനിക്കില്ല. എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അല്ലാതെ അശ്ലീലം കേൾക്കാനോ അശ്ലീലം കാണാനോ താല്പര്യമുള്ളവരല്ല ശീതളസത്തിൻ്റെ പ്രേക്ഷകർ, സബ്സ്ക്രൈബേഴ്സ് എന്ന് എനിക്കറിയാം. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇതിനു മാത്രം 100-ലധികം മെസ്സേജുകളും മെയിലുകളും വന്ന് നിറഞ്ഞതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹൻസിക കൃഷ്ണ കാണിച്ചത് സംസ്കാരത്തിന് യോജിച്ച കാര്യമല്ല, തെറ്റാണ്, അങ്ങേയറ്റം മോശമാണ്. അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കാണാൻ ചെയ്യുന്നിരിക്കുന്നവന്മാർ, സബ്സ്ക്രിപ്ഷൻ എടുത്തവന്മാർ ചെയ്തത് അതിനേക്കാൾ മഹാ അപരാധമാണ്.